നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വ്യക്തിയുടെ വിജയത്തിന് പ്ലാനിങ് ആവശ്യമാണ് അല്ലേ? അതായത് നമ്മൾ എന്താവണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിച്ചാൽ ഏത് സമയത്ത് എവിടെ എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിലേ ആ വ്യക്തിയുടെ വിജയത്തിന് അത് ഉപകാരപ്പെടുമോ അല്ലേ? അതുപോലെ തന്നെ അതൊരു വീടിൻ്റെ കാര്യമാണെങ്കിലും ആ വീട്ടിൽ ഉള്ള അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു, അവരെല്ലാവരും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു, അങ്ങനെ അത് വിജയത്തിലേക്ക് എത്തുന്നു അല്ലേ? അല്ലെങ്കിൽ വിജയത്തിലേക്ക്, അതല്ലെങ്കിൽ പരാജയത്തിലേക്ക്, ഏത് വേണമെങ്കിലും ആവാം. റിസൾട്ട് എപ്പോഴും പോസിറ്റീവും നെഗറ്റീവും ആവുമല്ലോ, അങ്ങനെ എത്തുന്നു അല്ലേ? അപ്പം ഇതിനെല്ലാം ഒരു പ്ലാൻ ആവശ്യമാണ്. അപ്പം അതേ രീതിയിൽ തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ കാര്യവും പ്രവർത്തിച്ചു പോകുന്നത്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ 5 വർഷത്തേക്കാണ് ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള കേന്ദ്ര മന്ത്രിസഭ അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ ആ രാജ്യത്ത് ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാത്തിനെയും കുറിച്ചാണ് പ്ലാൻ തയ്യാറാക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ, അതായത് 1950 മുതൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ അടുത്ത 5 വർഷത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടി ഒരു പ്ലാനിംഗ് കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. 1950കളിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ഈ പ്ലാനിംഗ് കമ്മീഷനാണ് അടുത്ത 5 വർഷം ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ ആ രാജ്യത്തിന് വികസന പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്തിരുന്നത്. അത് 2014 ഡിസംബർ 31 വരെ തുടർന്നിരുന്നു. അതിനുശേഷം 2015 ജനുവരി 1 മുതൽ ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്രവർത്തനം നിന്നുകൊണ്ട് പുതിയൊരു സംവിധാനം നിലവിൽ വന്നു. അതായത് നീതി ആയോഗ് എന്നാണ് പറയുന്നത്. ഈ നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷൻ തന്നെയാണ്, ജസ്റ്റ് പേരൊന്ന് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നീതി ആയോഗാണ് അതിനുശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്ലാനിങ്ങുകളെല്ലാം നടത്തുന്നത്. അപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. 2015 ജനുവരി 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. അപ്പം എന്തിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ, നീതി ആയോഗ് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങളും ഫണ്ടിങ്ങും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അതുപോലെ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ വനിതാ സംരംഭകർക്ക് ഒരു സഹായവുമായിട്ടാണ് ഇപ്പം നീതി ആയോഗ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ആദ്യം മുതൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നീതി ആയോഗ് വനിതാ സംരംഭകർക്ക് എന്ത് സഹായമാണ് നൽകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. വനിതാ സംരംഭങ്ങൾക്ക് സഹായ പദ്ധതിയുമായി നീതി ആയോഗ് 1 ലക്ഷം വനിതാ സലൂൺ, ബ്യൂട്ടി പാർലർ ഉടമകൾക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും നൽകും. 1 ലക്ഷം വനിതാ സലൂൺ, ബ്യൂട്ടി പാർലർ ഉടമകൾക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്ന പദ്ധതിയുമായി നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോം അഥവാ WEP വഴിയാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ MSME വികസിപ്പിക്കാൻ സഹായം നൽകുന്നത്. പ്രമുഖ ഓൺലൈൻ ബ്യൂട്ടി സർവീസ് കമ്പനിയായ അർബൻ കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി. വനിതാ സലൂൺ, ബ്യൂട്ടി പാർലർ ഉടമകൾക്കായിരിക്കും പദ്ധതിയുടെ ഭാഗമാകാൻ അവസരമുണ്ടാവുക. അപ്പോൾ മെയിനായിട്ട് ഈ ബ്യൂട്ടി പാർലർ, വനിതാ സലൂൺ പോലുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ മെയിനായിട്ട് ലേഡീസ് കൂടുതലായി നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലേ? അപ്പം അവർക്കാണ് ഈ രീതിയിൽ ഒരു സഹായം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത് അർബൻ കമ്പനിയുമായിട്ട് സഹകരിച്ചാണ് നീതി ആയോഗ് നടപ്പിലാക്കുന്നത്. വിവിധ വായ്പാ പദ്ധതികൾക്ക് പുറമെ തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതാ സംരംഭകർക്ക് വ്യവസായ വിപുലീകരണത്തിൻ്റെ പല മേഖലകളെക്കുറിച്ച് ക്ലാസുകൾ നൽകും. നൈപുണ്യ വികസനം, നിയമവശങ്ങൾ, ധനകാര്യം, മാർക്കറ്റിംഗ്, സംരംഭക വികസനം, നെറ്റ്വർക്കിംഗ് തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം. പദ്ധതിയിലൂടെ ശേഖരിക്കുന്ന സ്ഥിതിവിവര കണക്കുകളും പഠനങ്ങളും ഉപയോഗിച്ച് വിവിധ മാതൃകകൾ വികസിപ്പിക്കുന്നതിനും രാജ്യവ്യാപകമായി വനിതാ MSMEകളെ പരിപോഷിപ്പിക്കാനും നീതി ആയോഗ് ലക്ഷ്യമിടുന്നു. മീഡിയം സ്കെയിൽ എൻ്റർപ്രണർഷിപ്പ്, അതുപോലെ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ എൻ്റർപ്രണർഷിപ്പ്, അങ്ങനെ പലതരത്തിലുള്ള എൻ്റർപ്രണർഷിപ്പുകളുണ്ട്. അതിൽ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ അഥവാ MSMEയിൽ പെടുന്നതാണ് ഈ വനിതാ സലൂണ്, ബ്യൂട്ടി പാർലർ പോലുള്ളത്. അപ്പോൾ അതിനാണ് ഇപ്പം നീതി ആയോഗ് മെയിനായിട്ട് സഹായം ചെയ്യാനായിട്ട് ലക്ഷ്യമിടുന്നത് കേട്ടോ. WEP വെബ്സൈറ്റിൽ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്നും അപേക്ഷ സമർപ്പിക്കേണ്ട പോർട്ടൽ ഉടൻ തയ്യാറാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.
അപ്പം വനിതാ സംരംഭകർക്ക്, അതായത് ചെറുകിട ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന വനിതാ സംരംഭകർക്ക്, അതിൽ മെയിനായിട്ടും ബ്യൂട്ടി പാർലർ, വനിതാ സലൂൺ പോലുള്ളവ നടത്തുന്നവർക്ക് നീതി ആയോഗിൻ്റെ അർബൻ കമ്പനിയുമായി സഹകരിച്ച് നീതി ആയോഗ് അവർക്ക് സാമ്പത്തിക സഹായവും അതുകൂടാതെ അവർക്ക് ആവശ്യമായ അവരുടെ ഡെവലപ്മെൻറ്റിന്, അതായത് കരിക്കുലർ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ എഡ്യൂക്കേഷൻ സഹായം അല്ലെങ്കിൽ ട്രെയിനിങ് സഹായം കൂടി നൽകുന്നു എന്നാണ് ഈ ഡീറ്റെയിൽസിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ വനിതാ സംരംഭങ്ങൾക്ക് സഹായ പദ്ധതിയുമായി നീതി ആയോഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. 1 ലക്ഷം വനിതാ സലൂണുകൾക്കാണ് ഇത്തരത്തിൽ ബ്യൂട്ടി പാർലർ, മെയിനായിട്ട് ബ്യൂട്ടി പാർലർ ഉടമകൾക്കാണ് സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വഴിയേ വരും. ഇപ്പോൾ അവരുടെ പോർട്ടലൊന്നും റെഡി ആയിട്ടില്ല. വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കുമെന്നും അതുപോലെ പോർട്ടൽ റെഡിയാവും, അതുവഴി അപ്ലൈ ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയായി വരുന്ന മുറയ്ക്ക് നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാം വരുന്നതായിരിക്കും. അപ്പം അത് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക. നിങ്ങളെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.